പോലീസ് പറയുന്നൊരു വാദം എന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടികളെ വലിച്ചെറിഞ്ഞു, അത് ചോദ്യം ചെയ്തതാണെന്നൊക്കെയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവം? അല്ല, അതിനുള്ള സാക്ഷിയാണല്ലോ ഇപ്പോൾ ഈ ഇതിൽ കാണുന്നത്. ആ CCTV ഫുട്ടേജിൽ വ്യക്തമായിട്ടുണ്ട്. അവള് തട്ടിക്കുറിച്ച് അവരാണ് അത് എടുക്കുന്നത്, ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരും. അതും വലിച്ച് വേദനിപ്പിച്ച അതൊക്കെ വ്യക്തമായിട്ട് കാണാം. കുഞ്ഞുങ്ങള് പൊടിക്കുഞ്ഞുങ്ങളാന്നുള്ള അത്രയും അലറിയ കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ട് പോലും ഒരു മനസാക്ഷി, ഒരു ദയയും ഇല്ലാണ്ടാണ് ഞങ്ങൾ അത്ര ക്രൂരമായിട്ടാണ് അവിടെ പെരുമാറിയത് അവരെല്ലാവരും. ആ കുഞ്ഞുങ്ങള് ഒരു 2-3 ആഴ്ച പിടിച്ചു അതിൽ നിന്ന് റിക്കവർ ആവാനായിട്ട്. കാരണം എന്താ വെച്ചാൽ പനിക്കും പിടിച്ചാകെ വശം കിട്ടും അവര്. അജി, വളരെ വ്യക്തമാണ്. അതായത് ടൂറിസ്റ്റ് ഹോമിൽ, ഇവിടെ തൃശ്ശൂർ സ്വദേശികളാണ് ഇവർ. എറണാകുളം നഗരത്തിലെ ടൂറിസ്റ്റ് ഹോമിൽ ജോലി ചെയ്യുന്ന ഇവർ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. പൊതു ഇടത്ത് ഇത്തരത്തിൽ മഫിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ 2 പേരെ മർദ്ദിക്കുന്ന ദൃശ്യം ഇദ്ദേഹം കാണുകയും അദ്ദേഹം ഫോണിൽ പകർത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. അത് കാരണങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു. സ്വാഭാവികമായും ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഇതറിഞ്ഞ് ഭാര്യ കുഞ്ഞുങ്ങളുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. ഭർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ടതോടുകൂടി ഭാര്യ അത് ചോദ്യം ചെയ്തു. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും അന്ന് മഫ്റ്റിയിലായിരുന്നു. CA പ്രതാപചന്ദ്രനടക്കം മഫ്റ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ഈ തർക്കമുണ്ടാവുകയും തുടർന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ആദ്യം ഷൈമോളെ നെഞ്ചിന് പിടിച്ച് തള്ളുന്നത്, അതിനുശേഷം കർണത്തടിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് അതിൽ കാണുന്നത്. അന്ന് ഈ സംഭവം വിവാദമായ സമയത്ത് പോലീസിന്റെ വാദം പ്രധാനമായും ഈ പോലീസിനെ ഇവർ 2 പേരും കൂടി ആക്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ഉന്നയിച്ചത്. മാത്രമല്ല അന്ന് ഈ ഒരു കുറ്റം ചാർത്തി ഇവർക്കെതിരെ കേസെടുക്കുകയും ഈ ഷൈമിയുടെ ഭർത്താവിനെ 5 ദിവസത്തോളം അറസ്റ്റ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്താണെങ്കിലും ഇതിനുശേഷം നടന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് 1 വർഷത്തിന് ശേഷം ഇത്തരത്തിൽ ഹൈക്കോടതി ഇടപെടലിലൂടെ അന്ന് എന്താണ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത് എന്നതിന്റെ വ്യക്തമായൊരു CCTV ദൃശ്യം മനസ്സിലായിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഇത്തരത്തിൽ ഗർഭിണിയായിരുന്ന ഈ യുവതിയെ പോലീസ് മർദ്ദിക്കുന്ന വളരെ വ്യക്തമായതും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്റ്റേഷൻ SHO ആണ് ഇത്തരത്തിൽ മർദ്ദിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം മഫ്റ്റിയിലുമായിരുന്നു. എന്താണെങ്കിലും അന്ന് ആ തർക്കമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും മഫ്റ്റിയിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ആളുകളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി തർക്കമുണ്ടായി. അതിനെ തുടർന്ന് ഇത്തരത്തിൽ CA മർദ്ദിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് പുറത്തു വന്നിരുന്നത്. ഇവർക്കെതിരെയായിരുന്നു അന്ന് കേസെടുത്തിരുന്നത്. ഇവർ കുറ്റവാളികളാണ് എന്ന തരത്തിലായിരുന്നു പോലീസ് വ്യാപകമായി പ്രചരിപ്പിച്ചത് എന്ന് തന്നെയാണ് ഇവർ ആരോപിക്കുന്നത്. എന്താണെങ്കിലും മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇവർ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇടപെടലോടെ ഇപ്പോൾ CCTV ദൃശ്യം ഇവർക്ക് കയ്യിൽ ലഭ്യമായിരിക്കുന്നത്. എന്താണെങ്കിലും സത്യം തെളിഞ്ഞു, നീതി ലഭിച്ചു എന്നൊരു ആശ്വാസം. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് ആ വ്യക്തി ക്യാരിങ് ആയിരുന്നു, അവർ പ്രഗ്നന്റ് ആയിരുന്നു. ആ സമയത്താണ് ഇത്രയും ക്രൂരമായി ഈ പ്രതാപൻ, ഈ പോലീസുകാരനായ മിന്നൽ പ്രതാപൻ എന്ന ഇരട്ടപ്പേരുള്ള പോലീസുകാരൻ അവരെ ആക്രമിച്ചത്. ആ ദൃശ്യങ്ങൾ കാണാം. ഇനി ഇവരുടെ നിയമ പോരാട്ടം എങ്ങനെയാണ്? കാരണം മാനസികമായി അവരെ അത്രത്തോളം, മാനസികമായും ശാരീരികമായും ആ കുടുംബം അത്രത്തോളം തകർന്ന ഒരവസ്ഥയിലൂടെയായിരുന്നു കഴിഞ്ഞ നാളുകളൊക്കെ പോയത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടെയാണ് ശരിക്കും ഇതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലായത്. അപ്പോൾ ഇനിയും ഇവരുടെ ഒരു തുടർ നടപടി എന്തായിരിക്കും? അജി, സ്വാഭാവികമായി പോലീസിന്റെ വാദം പൊളിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാകുന്നത്. കാരണം ഈ കുടുംബം പോലീസിനെ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആരോപണം. ആ ഒരു തരത്തിലായിരുന്നു കേസ് ചാർത്തിയതും അതിനനുസരിച്ചായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. മാത്രമല്ല ഈ സമൂഹ മധ്യത്തിൽ ഇരുവരും അപമാനിതരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായിരുന്നു എന്നുള്ള സംഗതികൾ സൂചിപ്പിച്ച മനുഷ്യാവകാശ കമ്മീഷനടക്കം സമീപിക്കുകയും അന്ന് എന്താണ് ഉണ്ടായത് എന്നുള്ളതിന് തെളിവായി ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. പിന്നീട് നിയമ നടപടികളൊക്കെ തന്നെ നടന്നു. പിന്നീട് അവർ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അവസാനം ഹൈക്കോടതി ഇടപെടലിലൂടെയാണ് ആ ദൃശ്യം എന്താണ് അന്ന് നടന്നത് എന്ന് ഈ പരാതിക്കാർക്കും കൂടി അറിയാൻ തക്കവണ്ണം ഇവർക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും പിന്നീട് ആ CCTV പരിശോധിക്കപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തത്. എന്താണെങ്കിലും ആ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ആ CCTV ദൃശ്യം ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ്. സ്വാഭാവികമായും പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ ഇതിൽ ഉത്തരം പറയേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ CA പ്രതാപ് ചന്ദ്ര ഇപ്പോൾ അവിടുത്തെ CA അരൂരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇനി ഇദ്ദേഹത്തിന് എതിരെ ഏതെങ്കിലും രീതിയിലുള്ള വകുപ്പ് തല നടപടികളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് അടുത്ത ദിവസം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ള ആളുകൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശുപാർശകൾ ഉൾപ്പെടെ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അജി.